മോളെ വിഷമിക്കണ്ട. ഒരാളെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവനും അയാളെ സഹിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതൊന്നുമില്ല. എപ്പോ വേണ്ടാന്ന് തോന്നുന്നോ അപ്പൊ വേണ്ടാന്ന് വെച്ചേക്കണം, അത്രേ ഉള്ളൂ. അമ്മ വരെ പിരിക്കാവുന്നതാ. നീ കൂടുതൽ സംസാരിക്കണ്ട. നിന്റെ ചേട്ടന്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്. മിണ്ടരുത്. മോള് വിഷമിക്കണ്ട. മോളുടെ കൂടെ അമ്മയില്ലേ? അമ്മയോട് നിക്കാൻ പോവാ. എന്തോ? ഒന്നുമില്ല മോളെ, സെക്യൂരിറ്റിക്കാർക്ക് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? അത് നമുക്ക് എന്തേലും ചെയ്യാം. ഗോപി, വിളിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ ബാപ്പര. എടാ അതൊന്നും അല്ല, ഇങ്ങോട്ട് വന്നേ. എന്റെ സുനന്ദേച്ചി ആ ഗിരീഷിനെ വിശ്വസിച്ച് ഷാപ്പിലുണ്ടായിരുന്ന പണിയും കളഞ്ഞിപ്പോ തേഞ്ഞിരിക്കുക. നിനക്കൊരു പണി തരാൻ വേണ്ടിട്ടാ. ഇനിയും പണി തരാനോ? ഷോ, അതല്ല, പിന്നെ ജോലി തരാൻ. എന്ത് ജോലി? അല്ല, ഇവിടെ സഹായത്തിനൊന്നും ആരും ഇല്ലല്ലോ. ഇവന്മാർക്കൊക്കെ വെച്ചോളമ്പി കൊടുക്കണ്ടേ? ഗിരിയോടുള്ള പ്രതികാരമാവും, ജീവിക്കാനുള്ള കാശും കിട്ടും. പണി പണം. ശരി, ഓക്കെ. അപ്പോ ഇവര് കാശ് കൊടുക്കുമ്പോ ഒരു 10,000 കുറച്ചു കൊടുത്താൽ മതി. ഗിരീഷിന് കൊടുക്കാനുള്ള കാശേ. കാര്യം ഞാൻ കാശ് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനാ. ഇന്ന് വരെ ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ എന്റെ കുറുപ്പേട്ടന് വേണ്ടി ഈ ജോലി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യും. എന്നാ പിന്നെ ഒരു ചാക്ക് മുളക് വാങ്ങിപ്പിച്ചു. എന്തിന്? കറിക്ക് പിന്നെ മുളക് വേണ്ടേ? വേഗാവട്ടെ. അവനെ ചോര തുറക്കും ഞാൻ. 18 ലക്ഷം രൂപ എന്റെ മുന്നിൽ ചില കുറിപ്പേട്ടൻ മേശക്കകത്ത് വെച്ചത് എനിക്ക് ഉറപ്പാ. മോള് കടയിലൊക്കെ നോക്കിയായിരുന്നോ? ഞാൻ അവിടെയൊക്കെ നോക്കി, ഇല്ല. ആർക്കെങ്കിലും കൊടുത്തെന്നുള്ള കേസ് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ കുറിപ്പിട്ട അത്ര കാശ് എങ്ങനെ ചെലവാക്കാനാണ്? ഞാൻ അന്വേഷിക്കാം മോളെ. എങ്കിൽ ഞാൻ പോട്ടെ. ചായ കുടിക്കണല്ലേ? ഇപ്പൊ വേണ്ട. ശരി എന്നാ. റഫിക്കേ, മാസാമാസം കൃത്യമായി ശമ്പളം കിട്ടുന്ന ജോലിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ വേറെ ജോലിക്ക് വെക്കോ. മുളകിട്ട വെണ്ടയ്ക്ക ഇതെന്താ സാധനം? കഴിച്ചു നോക്ക്. പിന്നെ മുളകിട്ട ചേന, അതുപോലെ വെറൈറ്റികൾ പലതും ഉണ്ട്. അങ്ങനെ എൻ്റെ ഭക്ഷണത്തിലൂടെ നിങ്ങൾ എന്നെ തിരിച്ചറിയും. അല്ല, ചേട്ടൻ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കത്തുള്ളൂ? മൂപ്പര് ഞങ്ങളുടെ കൂട്ടത്തില് സായിപ്പ ആഹാ, മിനറൽ വാട്ടറേ കുടിക്കൂ. ടിഷ്യൂ പേപ്പർ എപ്പോഴും. അത് കൊള്ളാം. ഓ, ഫുഡ് നന്നായിരിക്കുന്നു, നല്ല ടേസ്റ്റ്. സന്തോഷം. ഞാൻ പുതിയൊരു ലേഡീസ് വിങ് സെക്യൂരിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലിസമ്മയായിരിക്കും അതിന്റെ ചീഫ്. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താ മോളെ? ഈ സെക്യൂരിറ്റിക്കാർക്കൊക്കെ എത്ര ബില്ല് വരും? മോള് ചോദിച്ചു നന്നായി. അളിയൻ തന്ന 1 ലക്ഷത്തില് ഇത് നിൽക്കില്ല. ഞാൻ കണക്കൂട്ടി നോക്കിയായിരുന്നു. എങ്ങനെയായാലും സെറ്റിൽ ചെയ്യുമ്പോ ഒരു 1.20 വരും. അപ്പൊ ബാക്കി കാശോ? എനിക്കൊരു കാര്യം നിർബന്ധമാണ്. ഈ കാശും നമ്മുടെ റിലേഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ പോകുന്ന നേരത്തെ ആ ബില്ലങ്ങ് തരും. മോള് എന്താന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്തേക്ക്. ഓക്കെ. മാമനോട് വേറൊന്നും തോന്നരുത് കേട്ടോ. എന്തു തോന്നാൻ? അതെനിക്കും അങ്ങനെ തന്നെയാ. മാമൻ വേറെ, കാശ് വേറെ. അങ്ങനെ തന്നെ വേണം. അപ്പൊ അച്ഛൻ തന്ന 3 ലക്ഷത്തിന് ചെലവായതെടുത്തിട്ട് ബാക്കി കാശ് തന്നാ മതി. ഏത് 3 ലക്ഷം? ആരുടെ കാശ്? ഏതച്ഛൻ? എവിടുത്തെ അച്ഛൻ? മോളത് എന്തൊക്കെയാ പറയുന്നത്? ഇതെവിടുന്ന് കിട്ടി? കിട്ടിയത് എനിക്കാ. ഈ കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന. പക്ഷെ എനിക്ക് കിട്ടിയ വാഷിംഗ് മെഷീൻ്റെ അടുത്തു നിന്ന് അതപ്പത്തിന്റെ അടുത്ത് അനുവിനും കൊടുത്തു. അതെ, പോകും മുമ്പ് ആ കാശ് അമ്മ ഏൽപ്പിച്ചേക്കണേ. എന്നോടൊന്നും തോന്നല്ലേ മാമ. എടാ മുളകിട്ട പരനാറി, നീ ആ കത്ത് എന്നെ ഏൽപ്പിച്ചിരുന്ന ഞാൻ എന്തെങ്കിലും തരില്ലായിരുന്നു. പിന്നെ തിന്നിട്ട് തന്നില്ല, അപ്പോഴാ കത്ത് തന്നു. ചുമ്മാതല്ലടാ നിന്റെ ഹോട്ടലിൽ പൂട്ടിപ്പോയത്. നീ മുടിഞ്ഞു പോവും. ഇതെന്റെ ശാപമാടാ നിനക്ക്. ഈ തടിയുടെ മുക്കാ ഭാഗം എന്റെ കാശിനായിരിക്കും. ഇത്ര വേവോ? ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, എനിക്ക് ഗിരീഷേട്ടാ, മാമ, ഏയ് ഇത് കാശിനൊന്നുമല്ല. വേറെ ഗിരീഷേട്ടാ.